ഫ്രണ്ട് നിൽക്കുന്ന നീ വരൂ ആരുടെ താരിയാണ് മൈക്ക് മൈക്ക് വളരെ കാഷ്വൽ ആയിട്ടൊരു ഗെറ്റ് ടുഗദർ ആണ്. പക്ഷെ ഇത്രയും ക്യാമറ ഞാൻ അതിന്റെ ഇത്രയും മൊബൈൽ ക്യാമറ അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കാണാനും ഒന്ന് ഹായ് പറയാനാണ്, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. സന്തോഷം. പടാർന്നാണ് 25th എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും വേണം. കുറെ നാൾ കഴിഞ്ഞിട്ടാണ് ഒരു പടം റിലീസ് ആവുന്നത്. എനിക്ക് തോന്നുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സിനിമ വന്നിട്ടുണ്ട്. നമുക്ക് ഫാമിലിക്ക് പോയിരുന്ന് കണ്ട് ഹാപ്പി ആയിട്ട് വരാൻ പറ്റുന്ന ഒരു സിനിമ. അതിനേക്കാൾ ഉപരി ഒന്നും ഈ പടത്തിലില്ല. പക്ഷെ ഇതൊരു ഫീൽ ഗുഡ് ഫാമിലി സിനിമയായിരിക്കും. ക്രിസ്മസിന് കാണാൻ പറ്റുന്ന ഒരു നല്ല പടം ഡെലിവർ ചെയ്യാൻ ഡയറക്ടർ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ശ്രമിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം പ്രേക്ഷകരുടെ കയ്യിലാണ്. സോ താങ്ക് യു. രാജുവേട്ടൻ ഞങ്ങളുടെ പടത്തിന്റെ പ്രൊഡ്യൂസറാണ്. ഇത്രയും നല്ലൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. വളരെ മികച്ചൊരു ടീമായിരുന്നു. ഇത് പ്രൊഡ്യൂസർ മാത്രമാണ് പുതിയൊരാളുള്ളൂ. ബാക്കി എല്ലാവരും ഈ ഒരു ഇൻഡസ്ട്രിയിൽ കഴിവ് തെളിയിച്ച ആൾക്കാർ തന്നെയാണ്. ഇപ്പോൾ എല്ലാ ഭാഗത്തും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇപ്പോൾ നിവിനായാലും നിവിന് തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ ഈ സിനിമ കണ്ടു കഴിഞ്ഞു ഓൾറെഡി. അത്ര ഗംഭീരമായിട്ട് പഴയ നിവിനാണ് നമ്മളിത് തിരിച്ചു കൊണ്ടുവരുന്നത്. അതിന്റെ എല്ലാ ക്രെഡിറ്റും ബാക്കിയില്ല ചെയ്തു ഡയറക്ടർ. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം. താങ്ക് യു വെരി മച്ച്. ഞെട്ടിക്കുന്ന ആക്ടറാണ്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ വരാൻ സർപ്രൈസിംഗ്ലി കണ്ടുപിടിച്ച ഒരു ഞാൻ അറിയിച്ച കുട്ടി നല്ലൊരു ആക്ടറാണ്. ഡ്രാമയിലത്തെ ആക്ടർ എന്നൊക്കെ പറ്റി മനസ്സിലാവുന്നു. ഡയറക്ടർ മാത്രമല്ല, അതിഗംഭീര പെർഫോമൻസ് ആണ്. എനിക്ക് പേഴ്സണലി എന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാണാറുണ്ട്. ഇനി അങ്ങോട്ട് ഇയാളുടെ ട്രാവൽ കാണാൻ പോകുന്നതാണ്. ഭയങ്കര സന്തോഷം. എൻ്റെ അടുത്ത് അഖിൽ ഈ പടം ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതിന്റെ കഥ പറയാൻ വേണ്ടി വന്നപ്പോൾ കഥ കേട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊരു സ്റ്റോറി നറേഷൻ ആയിരുന്നു അഖിലിന്റെ. പടം എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഐ എം ഷുവർ ആ കഥ നറേറ്റ് ചെയ്ത രീതിയിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതുപോലെ തന്നെ സിനിമ വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ഇതിലൊരു ചെറിയ വേഷം അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയ വേഷം തന്നു. അത് ഭയങ്കര കൃതാർത്ഥനാണ്. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കൂടെ അരുണുണ്ട്, അറിയാലോ, ഡയസറിലത്തെ പുലിയാണ്. ഞാൻ അച്ഛൻ്റെ കൂടെയാണ് ഡയസറെ കണ്ടത്. അപ്പോൾ അച്ഛൻ തിയേറ്ററിൽ നിന്നിട്ട് ഇതിന്റെ സീൻ ഉണ്ടല്ലോ, മറ്റേ ഫുട്ബോൾ അടിച്ചിട്ട് കുഴപ്പമില്ല ഓക്കെ പറയുന്നത്. അച്ഛൻ അതുകൊണ്ട് ഷൂ ഷൂ എന്നൊരു ശബ്ദം ഉണ്ടാക്കി. അച്ഛൻ ഇഷ്ടപ്പെടുന്ന ഇത് കാണുമ്പോൾ അച്ഛനെ ശബ്ദം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ശബ്ദം കിട്ടിയതാണ്. ഒന്ന് ഫ്രണ്ടിലോട്ട് വരാമോ? നമസ്കാരം. ഭയങ്കര സന്തോഷം ഇങ്ങനെ ഒരു പടത്തിന്റെ ഭാഗമാകാൻ പറ്റുന്നതിന്, പ്രത്യേകിച്ച് ഇവരുടെ പ്രോസസ്സിന്റെ ഭാഗമാകാൻ പറ്റുന്നതിന് ഭയങ്കര സുഖമുള്ള ഒരു പരിപാടിയാണ്. എനിക്ക് വർക്ക് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ടായില്ല. ഞാനൊരു ചെറിയ വേഷം ആണ് ഇതിൽ ചെയ്തേക്കുന്നത്. കൂടെ ഡിസൈൻസും ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ മൊത്തത്തിൽ ഫ്രം സ്റ്റാർട്ട് എനിക്ക് പടം അറിയാം. അപ്പോൾ ഭയങ്കര രസമായിട്ടാണ് ഇവര് ഷൂട്ട് ചെയ്തതും. അതിന്റെ പ്രോസസ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പം മഴയൊക്കെ പെയ്യുവാണെങ്കിൽ ഇവരപ്പോ തന്നെ മഴ ഇന്ന് ഷൂട്ട് അപ്പൊ അത്രയും റിലാക്സ്ഡ് ആയിട്ടും ക്ലാരിറ്റിയോടുകൂടി ഷൂട്ട് ചെയ്തൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റുന്നതിന്റെ വലിയ സന്തോഷം. വെരി എക്സൈറ്റഡ്. സിനിമ തിയേറ്ററിൽ കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അല്ലെങ്കിൽ എന്റെ ഒരു കോംബോ എങ്ങനെ വർക്ക്ഔട്ട് ആവും എന്നൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. സോ താങ്ക് യു. സിനിമ സിംഗ് സൗണ്ടിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. മലയാളത്തിൽ പൊതുവെ കുറവാണ്, ഡബിംഗ് ആണ് എല്ലാവരും പ്രിഫർ ചെയ്യാറ്. പക്ഷേ സിംഗ് സൗണ്ടിന്റെ ബ്യൂട്ടി, അത് കൊടുക്കുന്ന ഡയറക്ഷൻ ഫീൽ ചെയ്യിപ്പിച്ച് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് തന്നുള്ളത് രാധാകൃഷ്ണനാണ്. രണ്ടുപേരുടെ സ്റ്റേറ്റ് ഓർഡിനറാണ്. കുട്ടവഞ്ച പോലുള്ള വലിയ പടം ചെയ്തിട്ട് ബോളിവുഡിൽ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പൊ നാട്ടിലാണ്. അപ്പോൾ അനിലിന്റെ ഒരു രണ്ടു വർഷം ഇത് നമ്മളെല്ലാവരും വളരെ എൻജോയ് ചെയ്തൊരു സിനിമയാണ്. 6 മാസം കൊണ്ട് എനിക്ക് വന്ന് നരേഷൻ കഴിഞ്ഞിട്ട് ഫിനിഷ് ചെയ്തൊരു പ്രൊജക്റ്റാണ് ഇത്. മലയാളത്തിൽ പൊതുവെ സെൻസ് കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ വളരെ ഹിന്ദി അല്ലെങ്കിൽ അങ്ങനെ വേറെ ഇൻഡസ്ട്രികൾക്ക് വളരെ കുറച്ച് നമ്പർ ഓഫ് ഫിലിംസ് ഒരു പോലും മലയാളത്തിൽ നടക്കാറുണ്ട്. അഖിലിന്റെ 2ാം സിനിമയാണ്. അഖിൽ പാച്ചു വരുന്നത് സിംഗ് സൗണ്ട് ആയിരുന്നു. ഇത് സിംഗ് സൗണ്ടാണ്.
നമ്മളെല്ലാവരും ക്യാമ്പിലൊക്കെ പോകുന്നത് വളരെ എൻജോയ് ചെയ്ത് ഒരു വളരെ എന്താ ജോളിയായിട്ട് ഫിനിഷ് ചെയ്ത സിനിമയാണ്. അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ലിജു കൂടിയുണ്ട്. ലിജു ആണ് കളറിസ്റ്റ് സിനിമയുടെ. വീട്ടില് ഫർണിച്ചറിനേക്കാൾ കൂടുതൽ സ്റ്റേറ്റ് ഓർഡറുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത് കണ്ട എല്ലാ കളങ്ങായാലും ഡൈസറിയായാലും എല്ലാം ചെയ്തിട്ടുണ്ട്. ലിജു ഒരു ഗ്രാമമാണ് നമ്മൾ ഇതിൽ പ്രീമൈസ് ആയിട്ട് വെച്ചിട്ടുള്ളത്. വലിയൊരു ആഗ്രഹം ഗ്രാമസിനിമ. പക്ഷേ ഞാൻ ആക്ച്വലി 25 വയസ്സിൽ വളർന്ന ഗ്രാമത്തിലാണ്. അപ്പോൾ അച്ഛൻ കുറേ നാളായിട്ട് എൻ്റെ ഓർമ്മയിൽ സ്നേഹമായിട്ട് വന്നിട്ടാണ് അവസാനത്തെ ഗ്രാമസിനിമ. അപ്പോൾ മനസ്സിൽ കണ്ട ഗ്രാമം അതിന് മേലേക്ക് തന്ന ഫ്ലോറിസ്റ്റാണ് ലിജു. വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഈ പ്രൊജക്റ്റിൽ വരുമ്പോൾ. ആക്ച്വലി അഖിൽ പറഞ്ഞ പോലെ ഇത് ഭയങ്കര എൻജോയ് ചെയ്തൊരു പടമായിരുന്നു. ഒട്ടും ഒരു സ്ട്രെസ് ഇല്ലാണ്ട്, ഒട്ടും ഒരു പ്രഷർ തരാണ്ട് വർക്ക് ചെയ്തൊരു ഫിലിം. ഒത്തിരി പടങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതിൽ ഇത് വളരെ വൺ ഓഫ് മൈ ഫേവറേറ്റ് പേഴ്സണൽ ക്ലോസ് ടു ഹാർട്ട് എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ ഓരോ സീനും എനിക്ക് ഭയങ്കരമായിട്ടാണ് ആക്ച്വലി. അത് ഇതിൻ്റെ ഓരോ സീനും നേരത്തെ പറഞ്ഞൊരു ഗ്രാമത്തിൻ്റെ ഒരു കുളിർമ അത് ഞാൻ അത് കൊണ്ടുവന്നിട്ടുണ്ട്. മോസ്റ്റ്ലി അത് കിട്ടിയെന്ന എൻ്റെ ഒരു വിശ്വാസം. അത് നിങ്ങൾ ക്യൂബിൽ കണ്ടപ്പോഴും അതിൻ്റെ ഫൈനലോട്ട് കണ്ടപ്പോഴും അത് ആ തനിമ ഉണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഒത്തിരി പ്രൊഡക്ഷൻ ഈ പടം ഒത്തിരി വലിയൊരു വിജയമാക്കുമെന്ന് ഇങ്ങനെ അഭ്യർത്ഥിക്കുന്നു. ആവുന്നില്ല ഒരു പ്രതീക്ഷയുണ്ട്. ആക്ച്വലി നല്ലൊരു പടമായിട്ട് വരും. ക്രിസ്മസിന് ഇത് എന്തായാലും നല്ല രീതിയിൽ പ്രേക്ഷകരെടുക്കുന്നു ചെയ്യുന്നു. താങ്ക് യു. ഇതിന് കോഴിക്കാണ് നമ്മൾ എല്ലാവർക്കും ഇഷ്ടമുള്ള എല്ലാവരും ഓമനിക്കുന്ന എഡിറ്ററാണ്. ഇതിന് ഞാനിവിടെ എഡിറ്റ് ചെയ്ത സിനിമ. ഒരു ഹലോ അത്ര പറയാം. പിന്നെ ബാക്കി പറഞ്ഞു കുഴപ്പമില്ല. ബിജുവായിട്ടാണ് നമ്മുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ട് ചെയ്തതെന്നുള്ളത്. അച്ഛൻ്റെ റൈറ്റ് ഹാൻഡ് ആണ്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടുതൽ ഉഴപ്പിയിട്ടുള്ളത് ഈ ധൈര്യത്തിലാണ്. കാരണം പുള്ളിയാണ് എല്ലാം സ്വിച്ചിട്ട് അതുപോലെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സിനിമയുടെ ഒരു ബാക്ക് ബോൺ തന്നെയാണ് ബിജുവേട്ടൻ. അത്രയേ ഉള്ളൂ. യൂഷ്വലി അറിയാലോ, നമ്മളെല്ലാവരും പ്രസ് മീറ്റും ഇതെല്ലാം ചെയ്യാറുണ്ട്. ഈ പ്രാവശ്യം നമ്മളതിനൊന്നും അത് ചെയ്തില്ല. ഇതൊരു മീഡിയ ഗ്യാതറിംഗ് എന്നുള്ളത് മാത്രമേ ചിന്തിച്ചുള്ളൂ. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്നു, ഡിന്നറും എല്ലാം കഴിച്ച് പിരിയുന്നു എന്നുള്ള ഒരു രീതിയിലാണ് ഇതിനെ കണ്ടുള്ളൂ. വേറെ ഒന്നുമല്ല, സിനിമ സംസാരിക്കട്ടെ എന്നുള്ളൊരു മനസ്സിലൊരു ആഗ്രഹം. അങ്ങനെ സിനിമ സംസാരിക്കുകയാണ്, പ്രേക്ഷകർ പിന്നീട് അതിന് ഒരു അവസരം നൽകുകയാണെങ്കിൽ റിലീസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരെയും മീഡിയയിൽ കാണുന്നതായിരിക്കും. അങ്ങനെ ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. അടുത്തായിട്ട് നമ്മൾ കേക്ക് കട്ടിംഗ് ആണ് അടുത്ത പരിപാടി. തിരിച്ചോടോ यार ചേട്ടാ പടം പൊളിച്ചെടുക്കൂലേ? ചേട്ടൻ തിരിച്ചു ഞങ്ങൾ കാത്തിരിക്കാണ്.